ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചുവന്ന മീനില്ലേ, ചെങ്കലവ, അത് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ മീൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവായും ഇട്ട് അത് പൊട്ടുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയോടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് അത് മൂക്കുമ്പോഴത്തേനും നമുക്ക് ചുവന്നുള്ളി, ചെറിയ ചുമന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകൊക്കെ അതിൻ്റെ കൂടെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. അതും കൂടിയിട്ട് അതൊന്ന് വാടുമ്പോഴത്തേനും നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ, അത് പീസാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക. തക്കാളിപ്പഴം നന്നായിട്ട് വാടുമ്പോഴത്തേന്, തക്കാളിപ്പഴം പെട്ടെന്ന് വാടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈ മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർക്കുള്ളൂ കേട്ടോ. ചിലർ മല്ലിപ്പൊടി ഇതിന് ചേർക്കാറില്ല, ചേർത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ശകലം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇച്ചിരി ഏറെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് എരിയില്ലാത്ത മുളകാണ് കേട്ടോ, നല്ല കളറുണ്ട്, നല്ല മുളക്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ. അതിൻ്റെ പച്ച മണം മാറുന്നത് നന്നായിട്ട് നമ്മൾ വഴറ്റിയിട്ട് നമ്മളതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുവാണ്. തിളയ്ക്കുമ്പോഴത്തേനും നമുക്കതിനകത്ത് മീനിട്ട് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ കുടംപുളിയും കൂടെ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കണം. ഒരുപാട് ഇളക്കി ഇത് പൊടിഞ്ഞു പോകും കേട്ടോ. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇപ്പോൾ റെഡിയാവും. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.